മലയാളികളും ബെസ്റ്റായിട്ട് വന്ന് കാണേണ്ട പടമാണ്. കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. 50ാമത്തെ പടം ടോവിനോ അങ്ങ് ആഘോഷിച്ചേക്കാണ്. അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ടോവിനോ പൊളിച്ചടുക്കിയിട്ടുണ്ട്. 50th മൂവി ഇങ്ങനൊരു സാധനം, ഒരു വെറൈറ്റി സാധനം വന്നതിൽ പുള്ളിക്ക് അഭിമാനിക്കുന്നു. വിഷ്വലി ആൻഡ് മേക്കിംഗ് വൈസ് ഭയങ്കര പടമാണ്. ഭയങ്കര ഗൂസ് ബംസ് പറയുന്നത് അത്യാവശ്യം നല്ല ഒരുപാടുണ്ട്. പിന്നെ എന്തൊരു മിസ്സിംഗ് പോലെ തോന്നിയെങ്കിലും പെർഫോമൻസ് വേറെ ലെവൽ, ഒരു രക്ഷയില്ല. അടിപൊളി വിഷ്വൽസ്, പടം കണ്ടിരുന്നു പോകും. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ടോവിനോ എന്ന് പറഞ്ഞാൽ പല ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത ക്യാരക്ടറായിട്ട് ടോവിനോ അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് കിടിലം പടം, പൊളി പടം ബ്രോ, ഒരു വിഷയമില്ല. നല്ലൊരു പടം, തിയേറ്ററിൽ നിന്ന് കാണണം. പിന്നീടാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് പറയരുത്, അതായത് ഈ പഴയ പടം അത് സൂപ്പർ പടമായിരുന്നു കാണാനുള്ളതെന്ന് പറയരുത്. ഇപ്പോഴേ വന്ന് കണ്ടു. 3Dക്കും വിഷ്വൽ എഫക്റ്റിനും പറ്റിയൊരു പടം. സൂപ്പറാണ്. ടോവിനോ പൊളിച്ചടുക്കിയിട്ടുണ്ട്. എല്ലാം കിടലാണ്. നല്ല പടം. പ്രോ കൊള്ളായിരുന്നു. നല്ലൊരു പടമായിരുന്നു. മീൻസ് മലയാളത്തിൽ ഇങ്ങനൊരു കുറേ നാളായി ഇങ്ങനൊരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് കണ്ടിറങ്ങിയ ഒരു പടത്തിൽ, പ്രത്യേകിച്ച് ടോവിനോ എഫേർട്ട് അടിപൊളിയായിരുന്നു. ക്ലീശയൊന്നുമല്ല, മീൻസ് ക്ലീശയെന്ന് പറയാനേ ഇല്ല. ഔട്ട് ആൻഡ് ഔട്ട് ഒരു സൂപ്പർ പടമാണ്. മീൻസ് ഒരു ബോറടിയില്ല. മീൻസ് മലയാളികളും ബെസ്റ്റായിട്ട് വന്ന് കാണേണ്ട പടമാണ്. കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. പടം അടിപൊളി പടമാണ്. ടോവിനോയുടെ അഴിഞ്ഞാട്ടം 50ാമത്തെ പടം ടോവിനോ അങ്ങ് ആഘോഷിച്ചേക്കാണ്. അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ടോവിനോയുടെ എഫേർട്ട് നമുക്ക് പോലും ഫീൽ ചെയ്യും. അത്രത്തോളം എഫേർട്ടും അത്രത്തോളം സ്ട്രെസ്സും അങ്ങനെയാണ് സീൻസ്. വളരെ ടഫ് സീൻസ് എല്ലാം മനോഹരമായിട്ട് ടോവിനോ ചെയ്തേക്കുന്നു. അതുപോലെ തന്നെ ബേസിലിൻ്റെ നല്ല സപ്പോർട്ടിങ് റോളുണ്ട്. ടോവിനോയുടെ ലവ് സീൻസ് ആയാലും ഫൈറ്റ് സീൻസ് ആയാലും എല്ലാം ഒരു രക്ഷയില്ല. ഇതിൽ എന്നിട്ട് ഇത്രയും മൈവരൊക്കെ ഉള്ള വേറൊരു ലാലേട്ടം കഴിഞ്ഞിട്ട് ഒരാൾ എന്നുള്ളൊരു ആൻസർ വരുന്ന ഒരു നല്ലൊരു പ്ലേസിംഗ് ആണ് ഈ മൂവിയിൽ വന്നേക്കുന്നത് ടോവിനോയുടെ. പടം സൂപ്പർ പടമാണ്. എടുത്തു പറയേണ്ട സംഭവം ഇതിൻ്റെ എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങുമാണ്. എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും അന്യായ ലെവൽ, ഗംഭീരം എന്ന് തന്നെ പറയാം. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ പടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന മൊമെൻറ്റ് തൊട്ട് തീരുന്ന മൊമെൻറ്റ് വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഒരു ഫാൻറ്റസി പാറ്റേൺ ആണ്. പിന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഡിഫറൻറ്റ് എന്താ പറയുക, 2-3 പാറ്റേണിൽ ടോവിനോയുടെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഈ പാറ്റേണിലെല്ലാം വരുമ്പോൾ ശബ്ദത്തിൻ്റെ മോഡുലേഷൻ ആണെങ്കിലും ശരി, ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ശരി, പുള്ളി മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കുഴപ്പമില്ല, ഒരു ഫോക്ലോർ നമ്മൾ കേൾക്കൂല, അതേപോലത്തെ ഒരു പടമാണ് ഇത്. ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ ആ രീതിക്കോളം പടം എടുത്തു വെച്ചിരിക്കുന്നത്. നെഗറ്റീവ് ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫ് നല്ലോണം ലാഗുണ്ട്. അത് കുറച്ചും കൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പടം ഇനിയൊരു ലെവലിലോട്ട് മോളിൽ പോയാലും. കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. ഫ്രഷ് കഥയാണ് എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ട് നമ്മൾ കാണാത്ത രീതിയിലുള്ളൊരു കഥ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. 3 രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. പീരിയോഡിക് ഡ്രാമ രീതിയിൽ. 3D വശം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല.